എലിയൊക്കെ പഠിച്ചോണ്ട് പോകുന്നവരുണ്ടാവുമ്മ. ഹലോ, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഏകദേശം 2-3 മാസമായതാണ്. അപ്പോൾ ഇവിടെ സമ്മർ സ്റ്റാർട്ടായിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. പശുവിന് പുല്ല് കൊടുക്കുക. നല്ല പുല്ലാ, പക്ഷെ അപ്പോൾ ഒരെണ്ണത്തിനെ മേടിച്ച് വളർത്താമോ? ചാണകം ഇട്ടിട്ട് എന്തെടുക്കണേ? വല്ല കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിന് വളമാവും. നേരത്തെ നമുക്ക് പുല്ല് വെട്ടി തന്നുകൊണ്ടിരുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അങ്കിളാണ്. ഇപ്പം അങ്കിളിന് എന്തോ കാലിന് എന്തോ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പുല്ല് വെട്ടിയ വേസ്റ്റ് നമ്മൾ സാധാരണ ജനറൽ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറ്റത്തില്ല. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിന്നുണ്ട്. അത് നമ്മൾ കൗൺസിലിൽ നിന്ന് അപ്ലൈ ചെയ്ത് അത് വാങ്ങണം. ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് ബിന്നാണുള്ളത്. അത് ആഴ്ചയിൽ ഒരിക്കൽ തന്നെ വരത്തുള്ളൂ. ആ സമയത്ത് നമ്മൾ ആ ബിന്ന് കൊണ്ട് വെളിയിൽ വെക്കുകയും വേണം. ഇവിടെ പിന്നെ ഇവിടെ എല്ലാവരും തന്നെത്താനെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഒട്ടും നിവൃത്തിയില്ലെങ്കിലാണെങ്കിൽ ആരെങ്കിലും ഏജൻസിയിലൊക്കെ കൊടുക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും 90% ആൾക്കാരും തന്നെയാണ് ചെയ്യണത്. എല്ലാ കാര്യങ്ങളും പ്ലംബിംഗ് ആയാലും ഇലക്ട്രിക് വർക്ക് ആയാലും വീട്ടുജോലി ആയാലും അല്ലേ. ഇപ്പോൾ ഇനി ബാക്ക് സൈഡിലും കുറേ പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ല, നല്ല അടിപൊളി വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുകൊണ്ട് ഞാനും ഒരു കുട്ട തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ നനച്ച് വിരിച്ചുകൊണ്ടിരിക്കുന്നു. വെയിൽ കാണുമ്പോഴാണ് എപ്പോഴും വെളിയിൽ കൊണ്ടുവന്ന് വിരിക്കണേ. ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് ഇവിടെ ഇരുന്നതാണ്. അങ്ങനെയെങ്കിലും കുറച്ച് വിറ്റാമിൻ ഡി കിട്ടട്ടെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് മുമ്പാണ് ഫ്രണ്ടിലൊക്കെ പുല്ലൊക്കെ വെട്ടിയത്. ഇനിയിപ്പോൾ ബാക്ക് വശം വെട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഭയങ്കര ചൂടാ. ചൂടി ഒന്നും പറഞ്ഞിട്ടില്ല, ഭയങ്കര ചൂടായിരുന്നു. അത് തന്നെ ഇന്ന് മാക്സിമം എത്രമാത്രം നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചൂട് കിട്ടാൻ പറ്റുമോ അത്രത്തോളം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാനും വിവാനും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സെറ്റപ്പാണ് കേട്ടോ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ. അവൻ 1-2 ഫ്രണ്ട്സേ ഉള്ളൂ ഇവിടെ. സൂര്യൻ കണ്ടില്ലേ നല്ല ജ്വലിച്ച് നിൽക്കുന്നത്. എനിക്കാണ് ഒറ്റയ്ക്ക് നടക്കാൻ നല്ല മടിയാണ്. അതിനാണ് ഞാൻ ഇവനെയും കൂട്ടി ഇറങ്ങിയത്. അപ്പം ഇവനും ഉണ്ടെങ്കിൽ കുറച്ച് ദൂരം നമുക്ക് നടക്കാം. അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഭയങ്കര സൈലൻ്റാണ് എല്ലാ സ്ഥലവും. കഷി അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇന്ന് കളിക്കുന്നുണ്ട്. എന്താ? ആ ബാ. ഞങ്ങൾ 2 പേരും കൂടെ പാർക്കിൽ വന്നതാണ്. നല്ല കളറല്ലേ, നല്ല റെഡ് കളർ. ഓ ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് വേടാ, അങ്ങോട്ട് പോ ബാ. അവിടെ കാറ് പോകുന്ന വഴി, ഇത് നമ്മൾ നടക്കുന്ന വഴി. നേരത്തെ എങ്ങനെ ഇരുന്നില്ല ഇവിടെ, ഒരു ഇല പോലും ഇല്ലാതെ. ഇപ്പം നോക്ക്, ഫുൾ ഇലയിലായി, പൂക്കളും ഇലക്കളും എല്ലാം ആയി. എന്ത് രസമുള്ള കളറല്ലടാ. വാ, ഫുള്ള് ചെടി, അടിപൊളി അടിപൊളി. പൊമ്മ പോലുണ്ട്, നല്ല കളറാണ്. വാ, കണ്ടാ മൂൺ വന്നു, പക്ഷെ ഇരുട്ടായില്ല.
എന്താടാ പ്ലെയിൻ ഏരിയ പ്ലെയിൻ ഏരിയ ആണോ വീടുണ്ടോ ഇവിടെ ഷെഡാ പക്ഷെ ഒരു മാത്രം ഷെഡ് മാത്രമായിട്ടാ അവിടെ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞാനും ഏട്ടനും കൂടെ കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതും ഇവിടെ നമ്മൾ തന്നെ ചെയ്യണം. ഇവിടെ ഇങ്ങനെ അതുകൊണ്ട് ഈ പെട്രോൾ പമ്പിൽ തന്നെ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിട്ടിയോ? നമ്മൾ ക്ലീൻ ചെയ്തതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു മോറിസൺ ഉള്ളത്. പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, വെജിറ്റബിൾസും ചിക്കനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് നേരെ ഹോം ബാർഗൻസിലേക്കാണ്. അതും നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പാണ്. ശരി, എന്തായാലും ഇറങ്ങി എന്നാൽ പിന്നെ അങ്ങോട്ടൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. കുറേ ചെടികളും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗാർഡനിലേക്കുള്ള ഐറ്റംസാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പാ കണ്ടില്ലേ, ഇവിടെ ആദ്യമായിട്ടാണ് വന്നിട്ട് പാ കാണുന്നത്. പിന്നെ ഹോംബർഗിന് തൊട്ടടുത്ത് തന്നെ ഒരു പെറ്റ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയതാണ്. അപ്പോൾ അവിടെ കണ്ടില്ലേ കുറേ നല്ല കളർഫുൾ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ആ പട്ടിക്കുട്ടി കണ്ട നല്ല ക്യൂട്ടായിരിക്കുന്നല്ലേ, ഡിഫറെൻ്റ് ആയിരിക്കണം എൻ്റെ മുഖം കാണാൻ. പട്ടിയുടെ ബെഡ് സീറ്റൊക്കെ നോക്കട്ടെ. ഞാൻ എന്താ പട്ടിയാ കണ്ടു കണ്ടു. എലിയൊക്കെ പഠിച്ചോണ്ട് പോകുന്നവരുണ്ടാവുമ്മ ഉണ്ടാവുമ്മ. വീട് കാടിനുള്ളിലാന്ന് വെച്ചായിരിക്കും കണ്ടാല് ഇല്ലേ. നമ്മളിവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചക്കയുപ്പേരിയാണ്. ചക്കയുപ്പേരി കണ്ടാൽ കഷ്ടം തോന്നും കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ കളയുന്ന ഭാഗമുണ്ടല്ലോ, അതിനെയൊക്കെ എടുത്ത് വെച്ച് വറുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഒന്നുമില്ലാത്തടത്ത് ഇത് കിട്ടുന്നതേ വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ ബാർബിക്യൂ ഉണ്ടാക്കാൻ തുടങ്ങി. കുറേ ദിവസത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ എന്നും ഓരോ ദിവസം നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടേ പോവും. പിന്നെ വിചാരിച്ചു അതിനുള്ള സാധനമൊക്കെ വാങ്ങണമല്ലോ എന്ന്. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാർബിക്യൂ സെറ്റപ്പാണിത് കേട്ടോ. ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ സമ്മർ ടൈമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോയി ഇതുപോലെ ബാർബിക്യൂ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണേ.